മലയാളികളുടെ മുൻകാല രീതികളനുസരിച്ച് ഏഷ്യാനെറ്റിൽ ഇത് ബിഗ് ബോസ് മലയാളത്തിൻ്റെ സമയമാണ്. എന്നാൽ ഈ വർഷം ബിഗ് ബോസ് വൈകുമെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. പകരം ഏഷ്യാനെറ്റിൻ്റെ തന്നെ മറ്റൊരു ശ്രദ്ധേയമായ പ്രോഗ്രാം സ്റ്റാർ സിംഗർ ഉടൻ എത്താൻ സാധ്യതയുണ്ടോ? സാധാരണഗതിയിൽ മാർച്ച് മാസം മുതലെങ്കിലും ബിഗ് ബോസ് മലയാളം ആരംഭിക്കേണ്ടതാണ്. എന്നാൽ ഈ വർഷം അക്കാര്യത്തിൽ കാര്യമായ പുരോഗതികളോ അപ്ഡേറ്റുകളോ ഇല്ല. ഫെബ്രുവരി പകുതിയായിട്ടും ഓഡീഷൻ വിശേഷങ്ങളോ പ്രമോയോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഒരുപക്ഷെ പുതിയ സീസൺ ആരംഭിക്കാൻ ഓണക്കാലം വരെ കാത്തിരിക്കണം എന്ന നിലയിലാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. അതേസമയം ശ്രദ്ധിക്കപ്പെടുന്ന ഏഷ്യാനെറ്റിന്റെ തന്നെ മറ്റൊരു പ്രോഗ്രാമാണ് ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ. വാരാന്ത്യങ്ങളിൽ സംപ്രേഷണം ചെയ്യുന്ന മ്യൂസിക് റിയാലിറ്റി ഷോയാണ് ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ. സാധാരണയായി ബിഗ് ബോസിന് ശേഷമാണ് ഈ ഷോ ആരംഭിക്കാറ്. എന്നാൽ ഇക്കൊല്ലം സ്റ്റാർ സിംഗർ സീസൺ 10 ഒരുക്കങ്ങൾ സജീവമായി പുരോഗമിക്കുന്നുണ്ട്. പബ്ലിക് ഓഡീഷനുകൾ ഫെബ്രുവരി ആദ്യവാരം തന്നെ അവസാനിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഷോ ഡയറക്ടർ സോഷ്യൽ മീഡിയയിൽ ഫൈനൽ ഓഡീഷന്റെ വീഡിയോകൾ പുറത്തുവിട്ടിരുന്നു. അതായത് സ്റ്റാർ സിംഗർ പുതിയ സീസൺ ആരംഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ട് പോകുന്നു എന്നർത്ഥം. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ വേണ്ടിവന്നാൽ ഗ്രൂമിംഗ് നൽകി റിയാലിറ്റി ഷോ തന്നെ ആരംഭിക്കാൻ കഴിഞ്ഞേക്കും എന്ന് സാരം. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ സ്റ്റാർ സിംഗർ സീസൺ 10 ആരംഭിച്ചാൽ കുറച്ചു മാസങ്ങളെങ്കിലും ഷോ തുടർച്ചയായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിനിടയിൽ ഒരു ബ്രേക്ക് എടുക്കുക എന്നത് വളരെ റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. ബിഗ് ബോസ് ആരംഭിച്ചാൽ വാരാന്ത്യങ്ങളിൽ ബിഗ് ബോസിലെ ലാലേട്ടൻ എപ്പിസോഡുകൾ അഥവാ ഹോസ്റ്റ് പങ്കെടുക്കുന്ന എപ്പിസോഡുകളാവും സംപ്രേഷണം ചെയ്യപ്പെടുക. ഏതായാലും നിലവിൽ കാണുന്ന സാഹചര്യങ്ങൾ അനുസരിച്ച് ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ 10 ആദ്യം ആരംഭിക്കാനും ബിഗ് ബോസ് മലയാളം സീസൺ 7 താമസിച്ച് ആരംഭിക്കാനുമാണ് സാധ്യതകൾ. ഏതായാലും ഈ രണ്ട് ഷോകളെയും കുറിച്ചുള്ള വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾ സ്റ്റാർ സിംഗർ ആണോ ബിഗ് ബോസ് ആണോ ആദ്യം നടക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് കമൻറ്റ് ചെയ്യൂ.